ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്നത് റൈബോസോമിൻ്റെ 30th സബ് യൂണിറ്റും മെത്തിയോണിൻ ടിആർഎൻഎയും മെസഞ്ചർ ആർഎൻഎയും ചേർന്ന് ഒരു ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്നതോടുകൂടിയാണ്. തുടർന്ന് റൈബോസോമിൻ്റെ 50th സബ് യൂണിറ്റ് ഈ കോംപ്ലക്സിൽ ചേരുന്നു. ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്ന പ്രോട്ടീനുകളും പങ്കുചേരുന്നു. റൈബോസോമിൻ്റെ വലിയ സബ് യൂണിറ്റിൽ ടിആർഎൻഎ ബൈൻഡ് ചെയ്യാവുന്ന 2 സൈറ്റുകളുണ്ട്, പി സൈറ്റ്, എ സൈറ്റ്. മൂന്നാമതൊരു സൈറ്റ് കൂടിയുണ്ട്, ഇ സൈറ്റ്. അവിടെ നിന്നാണ് ടിആർഎൻഎ പുറത്തേക്ക് പോകുന്നത്. ട്രാൻസ്ലേഷൻ്റെ തുടക്കക്കാരനായ മെത്തിയോണിൻ ടിആർഎൻഎ പി സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോഡോണിന് ചേരുന്ന ടിആർഎൻഎ രണ്ടാമത്തെ അമിനോ ആസിഡുമായി എ സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നു. പി സൈറ്റിലെ ടിആർഎൻഎയിലുള്ള മെത്തിയോണിൻ എന്ന അമിനോ ആസിഡ് എ സൈറ്റിലുള്ള ടിആർഎൻഎയിലെ അമിനോ ആസിഡുമായി പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്നു. തുടർന്ന് റൈബോസോം ഒരു കോഡൺ മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ മെത്തിയോണിനുമായി വന്ന ടിആർഎൻഎ ഈ സൈറ്റിൽ വെച്ച് പുറത്താകുന്നു. ഇപ്പോൾ അടുത്ത ടിആർഎൻഎ എ സൈറ്റിൽ വരുന്നു. കോഡോൺ മാച്ച് ചെയ്താൽ അമിനോ ആസിഡുകൾ യോജിക്കുന്നു. റൈബോസോം വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. ഈ പ്രക്രിയ തുടരുന്നതിൻ്റെ ഫലമായി ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ രൂപപ്പെടുന്നു. എ സൈറ്റിൽ അമിനോ ആസിഡിന് കോഡ് ചെയ്യാത്ത സ്റ്റോപ്പ് കോഡോൺ വരുന്നതുവരെ ഈ പ്രക്രിയ തുടരുന്നു. സ്റ്റോപ്പ് കോഡോൺ വന്നു കഴിഞ്ഞാൽ റൈബോസോം വേർപിരിയുന്നു. എംആർഎൻഎയും പോളിപെപ്റ്റൈഡും സ്വതന്ത്രമാകുന്നു.